ജാക്സന്റെ ചായ വിട്ടേ, ആരെങ്കിലും കണ്ടോണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മതി. അവന്മാരുടെ കണ്ണു വെട്ടിച്ച് വരാൻ പറ്റ പാട് എനിക്ക് അറിയാവുള്ളൂ, നീ ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാനും അവരെ അറിയാതെ തന്നെ വന്നു, ഞാൻ അവരെ അറിയിച്ചോണ്ടൊന്നും അല്ല വന്നു. ഓ മൈ ഗോഡ്, അവരെങ്ങാനും അറിഞ്ഞാലുള്ള കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടെ പറ്റുന്നില്ല. ഓ എന്റെ പൊന്നു കൊച്ചെ, ഇപ്പൊ അതൊന്നും ആലോചിക്കണ്ട, നീ ഇങ്ങോട്ട് വന്നേ. ചുമ്മാ ജാക്സന്റെ ചായ ഒന്ന് പോയേ. ഈ ലൈബ്രറി വെച്ചാണോ നിങ്ങൾ റൊമാൻസിക്കുന്നത്? ആ അത് പറ, അതാണ് കൊച്ചിന്റെ സങ്കടം. എന്നാ നമുക്ക് പുറത്തു പോവാം. ദേ, എന്റെ വായിന്നും നല്ലതൊന്നും വരത്തില്ല. അവരെങ്ങാനും അറിഞ്ഞാലുള്ള അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്ക്. നിങ്ങളുടെ തലയും കാണില്ല, എന്റെ തലയും കാണില്ല. നിങ്ങൾക്ക് പ്രാന്തായ മനുഷ്യൻ, നിങ്ങൾ എന്തിനാ നിന്ന് ചിരിക്കുന്നേ? അതാ അങ്ങോട്ട് നോക്കും, മുറ്റത്ത് രണ്ടും മൈനകൾ. നിങ്ങൾക്ക് എന്നെ കാണാതിരുന്ന് വട്ടായി. വട്ടായൊന്നും അല്ലടി പോത്തെ, നീ അങ്ങോട്ട് നോക്ക്. ജാക്സന്റെ ചായ, കിച്ചൊക്കെ നമ്മള് കുടിക്കി ചായ, നമ്മളെ പെട്ട് നമ്മളെന്ന് പിടിക്കും. നിങ്ങളെന്നോ പഠിച്ച ഇളിച്ചോണ്ട് ചിക്കണേ, നിങ്ങൾക്ക് ഒരു പേടിയില്ലേ? കിച്ചുവിനെ മാത്രം എന്റെ പൊന്നുമോക്ക് കണ്ണി പിടിച്ചോളൂ. രണ്ടുണ്ട കണ്ണുണ്ടല്ലോ, വെള്ളം അടുത്ത് നീക്കണ ചെറുക്കനെ നോക്കടി. ആ ടെൻഷന്റെ ഇടയ്ക്ക് നോക്കാൻ മറന്നു. നോക്കട്ടെ. അയ്യോ, വരുൺ ചേട്ടനല്ലേ നിക്കുന്നേ? ലച്ചുവിന്റെ മുഖത്ത് നല്ല ടെൻഷനും ജാക്സന്റെ മുഖത്ത് നല്ല ചിരിയായിരുന്നു. അല്ല ചായ, നിങ്ങളെന്തിനാ ഈ ചിരിക്കുന്നേ? ഈ തേടിയവല്ലേ കാലി ചുറ്റി എന്ന് പറയാറില്ലേ, അതാണ്. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഇതാ നിനക്ക് ബുദ്ധിയില്ലാന്ന് പറയണേ. ഇതാ ചുമ്മാ കളിക്കാതെ കാര്യം പറഞ്ഞേ. എന്താ കാര്യം? നോക്കത് സമയാവുമ്പോ പറഞ്ഞുതരാം കേട്ടോ. മോളിപ്പോ ക്ലാസ്സിൽ പോകും. ചുമ്മാ കളിക്കല്ലേ, പറ. ഇനി നമ്മള് തമ്മിൽ എപ്പ കാണുന്നു അപ്പ പറയും. ജാക്സന്റെ മനസ്സിൽ എന്തോ കുരുട്ടുബുദ്ധി ആലോചിക്കുന്നുണ്ട്. അതെന്താന്ന് നിങ്ങൾ കമന്റിൽ പറ. നിങ്ങളിപ്പോ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലല്ലോ മനുഷ്യ. എന്റെ പൊന്നു കിച്ചു, അവന്മാരുടെ കണ്ണ് വെട്ടിച്ചിട്ട് വേണ്ട എനിക്ക് വരാൻ. എന്നാലും ഇത് എത്ര ദിവസമായി എന്റെ ചാനൊന്ന് കണ്ടിട്ട്? ഇന്ന് കൊഞ്ചാതെ വല്ലോം പറ കൊച്ചേ, എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ഞാൻ ചാന ചുമ്മാ കാണാൻ വിളിച്ചതാ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഒരൊറ്റ ചവിട്ട് തന്നോണ്ടല്ലോ, അവളെന്തോ കാര്യം പറയാനുണ്ട് അത്യാവശ്യം എന്ന് പറഞ്ഞ് വിളിച്ചേച്ച്. എന്നാ വാ പോവാ നമുക്ക്. താനെന്താടോ ഇവിടെ നിക്കുന്നേ? ഞാൻ വെറുതെ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചവിടെ നിൽക്കുവായിരുന്നു. അല്ല, തന്നെ അങ്ങനെ ഒറ്റയ്ക്ക് കണ്ടിട്ടില്ല, അതാ ഞാൻ ചോദിച്ചത് താനെന്താ ഇവിടെ നിക്കുന്നത്. ഞാൻ തന്നെ ഇങ്ങോട്ട് നടക്കാൻ ഇറങ്ങിയത്. അനങ്ങാണ്ട് നിക്കടി പെണ്ണേ, നീ ഇവിടെ. എനിക്കിത് എന്തിന്റെ കേടാണോ? എന്നെ വിടാണോ? വിടാൻ എനിക്ക് സൗകര്യമില്ല, നീ കൊണ്ട കേസ് കൊടുക്ക്. തനിക്ക് നാണമില്ലേടോ ഒരു പെണ്ണിനെ പട്ടാപ്പകലെ കയറി പിടിക്കാൻ? ഇല്ല, എനിക്കതില്ല. നീ എനിക്കതൊന്ന് പഠിപ്പിച്ചു തരുമോ? എല്ലാ പെൺപിള്ളാരുടെ അടുത്ത് കാണിക്കുന്ന പോലെ എന്റെ അടുത്ത് അങ്ങനെ കാണിക്കാൻ വന്നല്ലോ, പിടിച്ച് ഞാൻ കുത്തും ഞാൻ. അതിനെല്ലാ പെൺപിള്ളാരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ കാണിച്ചു നടക്കുമെന്ന് നിന്നോട് ആരടി പറഞ്ഞേ? അത് പിന്നെ ഞാനങ്ങോട്ട് പറഞ്ഞേ ഉള്ളു. അങ്ങനെ നിനക്ക് വായി തോന്നിയത് പറയാനാണോ ഞാനിവിടെ നിൽക്കുന്നേ? അല്ല, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. നീ എങ്ങനെ ഉദ്ദേശിച്ചാലും. അല്ല, നീ എന്താ അവിടെ തന്നെ നിക്കണേ? അല്ലെങ്കിൽ നിന്റെ വാലുകൾ കാണണാണല്ലോ കൂടെ. ചേട്ടാ, അത് വലിയ ശല്യമായല്ലോ. ഞാനിവിടെ തന്നെ നിൽക്കണേ, തനിക്ക് എന്താടോ? ദേ, കൂടുതൽ കടന്ന് ചാടിയാ താൻ എന്തോ ചെയ്യുന്നോ? താൻ ഒരു ചുക്കും ചെയ്യത്തില്ല. ചെയ്യൂല്ലോ എന്ന് കാണിച്ചു തരാം. താനെന്തിനാ എന്റെ അടുത്തേക്ക് വരുന്നേ? എന്തൊക്കെയാടാ ഇവിടെ നടക്കുന്നേ? എന്തൊക്കെയാ ഇതിന്? നീ ഇവിടെ എന്ത് നടക്കുന്നതാ കണ്ടേ? ഇതിനും മാത്രം എക്സ്പ്രഷൻ ഇടാൻ ഉള്ളത് പറയാലോ മോനെ ജാക്സ. എക്സ്പ്രഷൻ ഇടാൻ നിന്നെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. മോനെ ജാക്സ, ഇവിടെ നടന്നതെങ്ങാനും ആരോടെങ്കിലും നീ പറഞ്ഞ, അതിനിവിടെ ഒന്നും നടന്നിട്ടില്ല, എന്നാലും നീ ആരോടെങ്കിലും പറഞ്ഞ നിന്നെ ഞാൻ പഞ്ഞിക്കിടും, അറിയാലോ മോനെ ജാക്സ തന്നെ. ഞാൻ അതിന് ആരോടൊന്നും പറയില്ലല്ലോ, അതിന് ഞാനിവിടെ ഒന്നും കണ്ടില്ലല്ലോ. ഞാൻ ചുമ്മാ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചതല്ലേ. നീ എന്തിനാ അഭി അതിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഒന്നുമില്ലെങ്കിൽ ഞാനല്ലേടാ നിന്റെ സ്വന്തം ജാക്സൺ. സ്വന്തമൊക്കെ തന്നെയാ, അതിന് മാത്രം നീ ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. എന്റെ പൊന്നളിയാ, ഞാനൊന്നും കണ്ടില്ല. ഞാൻ ചുമ്മാ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞതേ ഉള്ളു. എന്റെ ഓള ഇച്ചിരി കൂടുന്നുണ്ട്, അത് ഞാൻ തീർത്ത് തരാം. അല്ല, നിനക്ക് ക്ലാസ് ഒന്നുമില്ല, നിനക്ക് ക്ലാസ്സിലൊന്നും പോകണ്ടേ? പുറത്ത് കണ്ട ആണുങ്ങളെ വായി നോക്കി നിക്കുക, ക്ലാസ്സിൽ പൊടി. ഞാൻ ആരെ വായി നോക്കുന്നതാടോ താൻ കണ്ടേ? അതും കൂടെ ഒന്ന് പറ. നിന്റെ കണ്ണിൽ എന്താടി കുരുവാണോ? ഇത്രയും സുന്ദരനും സുമുഖനും സുശീലനുമായ ഞാനിവിടെ നിൽക്കുന്നത് നീ കണ്ടില്ല? ഇവിടെയുള്ള പെമ്പിള്ളാർക്കൊക്കെ എന്നെ മതി. അഭിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങ് മരിക്കും. ഓ ആണോ? ഞാൻ അറിഞ്ഞില്ല. എന്നാ അവരുടെ അടുത്ത് പോയി പറഞ്ഞാ പോലെ. ഇതൊക്കെ എന്റെ അടുത്ത് എന്തിനാന്ന് പറയുന്നത്? ഈ ജാക്സന്റെ മരമോന്ത കണ്ടില്ലേ? എന്നെ ഒന്ന് നോക്ക്, എന്ത് ലുക്ക് എന്നെ കാണാൻ. ശോ,
പെൺപിള്ളാരൊക്കെ അങ്ങ് നോക്കി അങ്ങ് വെള്ളം ഇറക്കുക. എല്ലാത്തിലും ഞാനുണ്ടല്ലോ സന്തോഷം. മോനേബി എന്നെ അപമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോയാലോ? എന്നാ ശരി പെങ്ങളെ, ഞങ്ങൾ അങ്ങോട്ട് പോകും. ശവം പിച്ചക്കാര് വിളിക്കണ പോലെയുണ്ട്. യാരെന്താ പൊണ്ണ്? എന്താ കുട്ടി മരച്ചു വീട്ടിലിരിക്കുന്നേ? കമ്പനി വല്ലതും വേണോ? അയ്യോ ചേട്ടാ, കമ്പനി ഒന്നും വേണ്ട. ചേട്ടന് ബുദ്ധിമുട്ടായാലോ? അയ്യോ എനിക്കോ? എനിക്ക് എന്ത് ബുദ്ധിമുട്ട്? കുട്ടി പറയേ, ഞാൻ കേക്കാം. ചേട്ടന് ബുദ്ധിമുട്ടില്ലെന്നോ? ഇത്രയും പെമ്പിള്ളാരെ നോക്കി വെള്ള ഇറക്കി നടക്കേണ്ടതല്ലേ? ഒറ്റയ്ക്കിരിക്കുവല്ലേ കമ്പനി തരാന്ന് വെച്ചപ്പോ നിനക്ക് അഹങ്കാരത്തിന് കൈയും കാലും വെച്ച നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തന്നോടാരാ ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ കണ്ടിട്ട് എനിക്ക് കമ്പനി തരാൻ വരാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലല്ലോ. തന്നെ ഞാനിങ്ങോട്ട് ക്ഷണിച്ചൊന്നുമില്ലല്ലോ. പിന്നെ എന്തിനാണോ താൻ വലിഞ്ഞു കയറി വന്നത്? അയ്യേ, ഇതെന്തൊരു പെണ്ണിത്! ഒറ്റയ്ക്കിരിക്കുവല്ലേ കമ്പനി തരാന്ന് വെച്ചപ്പോ നീ എന്റെ തലയിൽ കയറി ഇറങ്ങുന്നോടി പൂതനെ. പൂതന നിങ്ങളെ മറ്റവള്. പോടാ കോഴിക്കുഞ്ഞെ. ഇങ്ങനത്തെ തൊട്ടി സംസാരങ്ങൾ സംസാരിക്കുന്നവരെ പിന്നെ ഞാൻ പൂതന എന്നല്ലാതെ പിന്നെ ഞാൻ എന്താ വിളിക്കുന്നത്? സത്യഭാമയെന്നോ? കോഴിക്കുഞ്ഞ് നിന്റെ മറ്റവനോ അടി? പൂച്ചക്ക് കയ്യും കാലും വെച്ചവളെ, നിന്നെ ഞാൻ വലിച്ച് ഞാൻ കീറും ഞാൻ. നിന്റെ ഈ സംസാരമൊക്കെ കേട്ടിട്ട് എനിക്ക് നീ ആണാണോന്ന് നല്ല സംശയമുണ്ട്. വാടാ മരപ്പെട്ടി, ഞാൻ തെളിയിച്ചു തരാടാ. എടാ നീ വാടാ, ഞാൻ പെണ്ണാണോ ആണോന്ന് ഞാൻ തെളിയിച്ചു തരാടാ. വാടി, തെളിക്കാൻ വാടി. ഇങ്ങോട്ട് വാ. എന്റെ തഞ്ചത്തോട്ട് വന്ന് കയറി. എന്തുവാ ഇത്? രണ്ടും കൂടെ തമ്മി തല്ലി ചാവോ? ദേ കൊച്ചേ, നിന്റെ കൂട്ടുകാരനെ വിളിച്ചോണ്ട് പോവാൻ നിൽക്ക്. അവള് ആണാണോ പെണ്ണാണോ എന്ന് തെളിക്കാനായിട്ട് എന്റെ നെഞ്ചത്തേക്ക് വന്ന് കയറുക. അവളിവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം കണ്ടിട്ട് ഞാനൊരു കമ്പനി കൊടുക്കാന്ന് വിചാരിച്ച് വന്നതാ. അതിന് അവള് എന്നെ എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? എന്നെ അപമാനിച്ചു. അപമാനിക്കാനായിട്ട് അതിന് തനിക്കത് വേണ്ടേ? എന്ത് അപമാനോ? നിന്റെ കൂട്ടുകാരിക്ക് നല്ല ബുദ്ധിയാ. വെയിലത്ത് കാണിക്കാതെ കൊണ്ട് നടക്കാൻ പറയണം കേട്ടോ. ഈ കൊച്ചിന്റെ തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്. അതെന്താ ചേട്ടാ അങ്ങനെ ഒരു ടോക്ക്? അല്ലെങ്കിൽ ചുമ്മാ കമ്പനി കൊടുക്കാൻ വന്ന എന്റെ മുതുകത്തോട്ട് ഇവള് കയറുവോ? ഞാൻ പോവാ. നീ നിന്റെ കൂട്ടുകാരനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ക്ലാസ്സിൽ പോവാൻ നോക്ക്. നിനക്ക് എന്താടി ആ ചേട്ടനെ കാണുമ്പോ ഇത്ര ചൊറിച്ചില്? എനിക്കറിയാൻ പാടില്ല എന്നിട്ട് ചോദിക്കുക. നിന്റെ പ്രശ്നം എന്താ? അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ള ആർമീസ്. എന്താ എല്ലാരും സേഫ് അല്ലേ? മഴയൊക്കെ അല്ലേ? പിന്നെ എന്താ വീഡിയോക്ക് ലെങ്ത് കുറവാണെന്ന് എനിക്കറിയാം. കുറച്ചും കൂടെ കൂട്ടാൻ നോക്കിയതാ. അറിയാലോ, സ്റ്റോറേജിന്റെ കുഴപ്പം. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു.